തീവ്രവാദി പോയെന്നാ തോന്നേ. ആ പോണെങ്കി പോട്ടെ. ഇതേതാ പരിചയമില്ലാത്ത കാറ്? താമരയുടെ മകൾ റോസ എന്നെ അറിയാമോ? ഇയാളെന്തിനാ ഞാൻ അറിയുന്നത്? നിന്നെ കെട്ടാൻ പോണ ചെറുക്കനാ ഞാൻ. പേടിക്കണ്ട, 90 ആയിട്ടില്ല, വെറും 66. ആലോചിക്കണ്ട, ഒക്കെ സോം പറയും, അതനുസരിക്കണം, അല്ലെങ്കിൽ തള്ളയും മകളെയും കത്തിക്കും. പറയുന്നതേ പോളാ സെബാസ്റ്റ്യൻ പോ. വണ്ടി എടുക്കടാ. അപ്പൊ സാറ് പറഞ്ഞത് കേട്ടല്ലോ. മരപ്പട്ടിയുടെ മോന്തയായിട്ട് വന്നേക്കുക. നീ ഓടകോന്ന അന്നൊക്കെ മിക്കപ്പോഴും ഞാൻ അവളെയും കൊണ്ട് ഈ ആമപ്പാതയിലെത്തുമായിരുന്നു. ഈ പുഴയും തീരവും വെള്ളച്ചാട്ടവും പിന്നെ അവളുടെ കുട്ടിക്കുസൃതികളുമൊക്കെ ആയിട്ട്. പോകാൻ തീരുമാനിച്ചു അല്ലേ? ഒരു കൊത്ത് വേണം. ഇത് വെച്ചോ. എന്നാലും കൊല്ലണോ? കൊല്ലണം. ഇപ്പൊ ജയിലാസുഖം. വീടായാൽ മുറ്റം വേണം, മുറ്റത്തുണ്ണി മാവും വേണം, മാവിൻ കൊമ്പത്തേറെ കണ്ണി മാങ്ങയും വേണം, കണ്ണി മാങ്ങയും വേണം. ഇപ്പൊ സർപ്പപ്പാട്ടൊന്നും പാടാറില്ലേ? എന്തിനാ പാടുന്നേ? ഇപ്പൊ സർപ്പങ്ങ കിട്ടും. റാപ്പാ പിടിച്ചോ. നാട്ടിലില്ല പാമ്പ്, കൂട്ടിലില്ല പാമ്പ്, പടമുരിഞ്ഞ് ചേലയാക്കും, ചേല ചുറ്റി പാമ്പാക്കും, കായത്തിൽ 10 പാമ്പ്, 10 പാമ്പ്, കുടഞ്ഞാൽ മൊത്തം പാമ്പ്, കുടഞ്ഞാൽ മൊത്തം പാമ്പ്, മെത്തക്കുടഞ്ഞാൽ മൊത്തവും പാമ്പ്. ഇത് കേട്ടാൽ പാമ്പുകൾ സാക്കുടുമ്പോ ആത്മഹത്യ ചെയ്യും. റോസമോളെ സുഖമാണോ? സത്യേട്ടൻ എന്താ പാമ്പ്രാപ്പ് പഠിക്കുകയാണോ? പിന്നെ ഈ തീവ്രവാദി പോയ ശേഷം പാമ്പൻ റോസമോളുടെ മുഖം വിടർന്ന്. ആര്? വേദവ്യാസനോ? അവനിനിയും വരും. ഇനി വന്നാൽ അവൻ വിവരം അറിയും. സോമന്റെ ഗുണ്ടയാവാനാ സാധ്യത. നിനക്കിതൊക്കെ വേണം താപരെ. എന്തായാലും റോസയെ ഞാനിങ്ങി വന്ന് കൊണ്ടുപോരും. അന്ന് നീ 4 വയസ്സുള്ള റോസയും കൊണ്ട് ഒളിച്ചോടി പാമ്പ് സോമന്റെ മാളത്തിൽ ചാടുമ്പോൾ നീ കരുതിയില്ല റോസ വളരുമെന്ന്, അല്ലേ? തോന്നിവാസിയാ നീ. എന്ത് തോന്നിവാസം? ആ നാടകക്കാരനെ കേട്ടാ നീ കൂടെ വിചാരിച്ചിട്ടല്ലേ? ഒറ്റ പോക്ക ആ നാടകമെന്നും പറഞ്ഞു. പിന്നെ വരുന്നത് 6 മാസം കഴിഞ്ഞ. ഞാനും ഒരു കലാകാരനാ. കലയെന്നാൽ ഒരു ഞാൺവിൽക്കളിയാ. ഒറ്റ വീഴ്ചയിൽ തീരുന്ന അഭ്യാസം. ആ നാടകക്കാരൻ നല്ലവനായിരുന്നു. പക്ഷേ പാമ്പു സോമനോ പോക്രി, പെൺപാടിപ്പക്കാരൻ. ദാസണ്ണനെ സോമൻ ശരിക്കും തല്ലിയോ? ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അവർ 2 പേരുണ്ടായിരുന്നു. നന്നായിട്ട് വാങ്ങി കിട്ടി. സോദരിക്കും ശേഷാരിക്കും വേണ്ടി ഞാൻ എല്ലാം സഹിച്ചു. അല്ലാതെ എന്ത് പറയാൻ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാൻ? ഒടുക്കം നീയും മോളും കൂടി ആത്മഹത്യ ചെയ്യും. അല്ലാതെ 66കാരനായ ബാറ് തൊഴിലാളിക്ക് നീ മോളെ കെട്ടിച്ചു കൊടുക്കൂ? ഇല്ലല്ലോ. ഇതെന്തിനാടി? ഇരിക്കട്ടെ. നിങ്ങൾ നീ പാമ്പിക്കുട്ടി ചാടിയ ദിവസമല്ലേ? അപ്പോൾ നീ അത് മറന്നില്ല അല്ലേ? പക്ഷേ ഞാനത് മറന്നുപോയി. എനിക്കെങ്ങനെ മറക്കാൻ പറ്റും? അനുഭവിക്കുന്നത് ഞാനല്ലേ. ഞാൻ ശരിക്കും സുന്ദരിയാണോ അമ്മേ? പിന്നെ മോണോലിസ. അമ്മയ്ക്കാരാ താമരയെന്ന് പേരിട്ടത്? എന്റെ അച്ഛൻ. എന്താ കൊള്ളൂല്ലേ? നിങ്ങളെ സ്വഭാവം കൂതറയാണെങ്കിലും പേരും ഉള്ള കേട്ടാ. ഫ്ലാഷോട്ടാക്കല്ലേ മോളെ. എനിക്കെന്തിനാ റോസയെന്നിട്ടത്? നിന്റെ തന്ത നാടകക്കാരൻ ഇട്ടതാ. കുഞ്ഞിലെ നിനക്ക് റോസാപ്പൂ ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം താമരപ്പൂവാണോ? പിന്നെ താമരപ്പൂ ഇഷ്ടപ്പെടാത്ത ആരാടി?
എടേ കെട്ടെവിടെ വെക്കടേ. സാറേ അപ്പോഴേ നാളെ ഉച്ചയ്ക്ക് വന്നാ പോരെ സാറേ? എങ്ങനെ? രാവിലെ 7 മണിക്കൂടെ എത്തണം, അല്ലെങ്കിൽ നിന്റെ കാര്യം ഗോവിന്ദ ഗോവിന്ദ. ഈ തന്തേന്തിനാ ഗോവിന്ദാന്ന് എനിക്ക് പേരിട്ടത്? വേറൊന്നും കിട്ടിയില്ല. നിങ്ങളെ വേസ്റ്റ് കേസ് വന്നു. ഇനി പൊളിച്ച കള്ളും വളിച്ച തെറിയും എനിക്കിട്ടായിരിക്കുമല്ലോ മാന്തുന്ന. സഹിച്ചല്ലേ പറ്റൂ. മുട്ടനാടിന്റെ കറിയും പെറോട്ടയുമാ. പെണ്ണിന് വേഷ കൊടുക്ക്, ഒന്ന് കൊഴുകട്ടെ. അവക്കിപ്പോ ഉള്ളത് മതി. ആ, നിങ്ങളായിട്ട് കാസേര ഇവിടെ. പഠിപ്പിക്കണ്ട. നാടകക്കാരൻ നട്ട റോസാ ചെടിയിലെ റോസാമട്ട് വിരിയുന്നത് ഈ സോമനാഥന് വേണ്ടിയിട്ടാടി. അന്ന് ഇയാൾ എന്നെ ട്രാപ്പിലാക്കിയിട്ടാ ആ നാടകക്കാരനെ കളഞ്ഞത്. അയാൾ ഇന്ന് നാടകത്തിലൂടെ ജീവിക്കുന്നു. ഞാനോ ജീവിതത്തിലുടനീളം നാടകം കളിക്കുന്നു. അന്ന് ആർത്തി മൂത്തിട്ട 4 വയസ്സുള്ള റോസയും കൊണ്ട് പാമ്പ് സോമന്റെ മടയിലേക്ക് നീ ചാടിയത്. ഒന്നും ഓർത്തില്ല. ഓർത്തതെല്ലാം ഒടുവിലായിപ്പോയി. കുടുംബം പോറ്റാൻ തൊഴിൽ തേടി പോകുന്ന പാപം ഭർത്താക്കന്മാരെ തേച്ചിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന നിന്നെ പോലുള്ള ഭാര്യമാർക്ക് വേണ്ടി നിന്റെ ലൈഫിനെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നീ പണിക്ക് വന്നത് ഈ സോമന്റെ പറമ്പിലും പണി ചെയ്തത് പോളിന്റെ പറമ്പിലും. പോളിന് ഇനി നിന്നെ വേണ്ട എന്ന്. 66കാരൻ്റെ ഞരമ്പ് രോഗം അത് മാറ്റാൻ നിന്റെ മോള് റോസയെ കിട്ടണമെന്നും. അതിന് നീ എന്നെ കൊല്ലണം. ഒരു കോഴിയെ കൊല്ലുന്ന നേരം മതി സോമന് താമരയെ കൊല്ലാൻ. മുട്ടയിടാത്ത കോഴിയെ കൊന്നില്ലേൽ അത് ഉടയന് ബാധ്യതയാ. അമ്മയ്ക്കും മോക്കും പോളിന്റെ കട്ടിലോ പാമ്പു സോമ? തനിക്കൊരു MBA കാരി മോളുണ്ടല്ലോ, അവളെ പോളിന് കെട്ടിച്ചു കൊടുക്കും. ഒരു മിസ് കോൾ അടിച്ചാൽ ഓടിയെത്തുന്ന നിന്നെപ്പോലുള്ള ക്ലാസ് 4 ഐറ്റങ്ങൾ അരങ്ങത്തിന് ആവശ്യത്തിന് ആടുമ്പോൾ ആരെങ്കിലും സ്വന്തം മകളെ അഴിഞ്ഞാടാൻ അനുവദിക്കുമോ താമരെ? എങ്കിലേ നിന്റെ സ്വന്തം ഭാര്യയെ കൊടുക്ക്. നിന്റെ സെറ്റ് ബോക്സ് അടിച്ചു പോയത് കൊണ്ടാ പോൾ സാറ് കട്ട നിന്റെ മകളിലോട്ട് പിടിച്ചേ. അതെന്റെ കൂടി തോൽവിയാ. അല്ലേലും പോളിന് തോക്കുമ്പോ വോട്ടിംഗ് യന്ത്രത്തെ കുറ്റം പറയുന്ന തന്നെയൊക്കെ വർക്കനല്ല, പിന്നെ എന്തിനാണ് സോമ? പോളിന് റോസയെ കെട്ടിച്ചു കൊടുത്താൽ രൂപ 25 ലക്ഷമാ കിട്ടുന്നേ. നീ കൂടെ നിന്നാൽ കൂടെ പിടിച്ചു തരാൻ ഞാൻ. അല്ലേൽ ഞാൻ വിൽക്കും. വളർത്തുന്നവനെ വിൽക്കാമടി. എന്റെ ദേഹത്തുനിന്ന് കൈയെടുത്ത കൊച്ചച്ഛൻ വിളിക്കടി. തന്തയ്ക്ക് പുറക്കാത്തവൻ കാണിച്ചു തരാടാ നിന്നെ. റോസമോളെ കടുങ്കയൊന്നും ചെയ്യരുത്. എന്നെപ്പോലെ ഈ ഭൂമിയിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടാവരുതെന്നാണ് എന്റെ പ്രാർത്ഥന. എന്നെ നശിപ്പിക്കാൻ 3 പേരാ. 2 അച്ഛനും തീവ്രവാദിയും, പിന്നെ ഏതോ ഒരു കടൽക്കിഴവനും. ഞാൻ പാർട്ടിയായിട്ടൊന്ന് ആലോചിക്കട്ടെ. റോസുമോക്ക് ഒന്നും സംഭവിക്കില്ല. ഇനി ഞങ്ങളുണ്ട്. നീ റോസ വിൽക്കോടാ പട്ടി. അയ്യോ, റോസ ആരാടാ? നിന്റെ നേർപ്പങ്ങളോ? സോമൻ പാമ്പാടാ, കരിമുറുക്കൻ. അവളെ വളർത്തിയത് ഞാനാടാ. വളർത്തുന്നവന് വിൽക്കാം. പാർട്ടിക്കാർ റീത്തൊക്കെ മേടിച്ച് പോടാ. ഇന്നലെ ചേച്ചി കണ്ടില്ലല്ലോ. ഇന്നലെ ചേച്ചി എവിടെയായിരുന്നു? അത് തന്നെ ഞാനും ചോദിക്കായിരുന്നേ. ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്നലെ കുറച്ച് അർജന്റ് ഉണ്ടായിരുന്നു. റോസേ നിന്നെ റാഞ്ചാൻ വന്ന തീവ്രവാദി ആ പോളിന്റെ ഗുണ്ടയാണ്. അവൻ ഇനി വന്ന ചട്ടിയിലാക്കും. ഉറപ്പാണ്. ഉറപ്പെന്ന് പറഞ്ഞ ഉറപ്പ്. 100% ഉറപ്പ് മോളെ. ഉറപ്പ് 10ന്റെ ഉറപ്പ് ആണ്. എന്നാ സിബിട് സിബ് കണ്ടുപിടിച്ചോന്റെ സിബ് ആദ്യം ഓടേണ്ടത്. ഇയാളെ കാലാരാ തല്ലി അടിച്ചെന്നാ തോന്നുന്നേ. തള്ളി തള്ളി പോണത് കണ്ടാൽ അയ്യോ പാപം എന്ന കണക്ക്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. എന്തൊരു തേപ്പ്. വന്നല്ലോ വനമാല. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അയാള് ന്യൂറോട്ടിക്കാ, ഒരു വട്ടൻ.
നിനക്ക് എന്താടാ ഇവിടെ ജോലി? അയക്ക് രണ്ടെണ്ണം കൊടുക്കണ്ടേടാ. അയാൾക്ക് ഇനി അടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഗൾഫിലൊന്ന് പോണ്ടേ. ഗൾഫിൽ പോയിട്ട് നീ എന്തോന്ന് ജോലി ചെയ്യാൻ? ഈന്തപ്പന ഇരിക്കുന്ന ആ അവിടെ എനിക്ക് എന്റെ ജോലി എന്തിനാണെന്ന് നിനക്ക് അറിയാമോ? ഈ ഈത്തപ്പഴത്തിന്റെ കുരു അറിയാമോ? ആ കുരുവിനകത്തൊരു വെട്ടല് വരൂല, അത് കീറി അടിക്കണ്ട അടിക്കണ്ട. ഈ ബോഡി നമുക്ക് ശരിയാവൂല. ബാ 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 നമുക്ക് പോവാം. സത്യത്തില് നിനക്ക് ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ പോന്തലിന്റെ പണിയായിരുന്ന? എടേ, ഈത്തപ്പഴത്തിനകത്തുള്ള കുരുവിന്റെ അടുത്ത ചെറിയ ചാലിനകത്തെ വെട്ടില്ലേ, അതെടുത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി അകത്തിട്ട് തച്ചാൻ നോക്കി. ഉള്ള സത്യം തന്നെ. ആ ഉള്ളത് തന്നെ, നിനക്ക് വിശ്വാസമില്ലേ? ഏയ് ഞാൻ നിക്കട്ടില്ലാർക്കാ ഇവര് കുരു പോന്തലാ പണി. ചേച്ചി ദേ നിക്കുന്ന ഉരുപ്പടി, അയാളെ പോന്ന് ഞാൻ ശരിയായി കൊടുക്കാം. അയാളെ പോ. അയ്യോ പോടോ. ചേച്ചിക്ക് ഇത്ര ധൈര്യമൊക്കെ എവിടെ നിന്ന് കിട്ടിയേ? മോളെ ആ എറി വേണ്ടായിരുന്നു. ആ ബാറ് മുതലാളി പോളിന്റെ ഗുണ്ടേ അയാള്. മോളുടെ എറിയോടുകൂടി അയാൾ നാട് വിട്ട് കാണും. അയാളാ ഭയങ്കര ശല്യം. ആ മരമോന്ത കണ്ടാലും മതി, പേടിയാവും. ഇനി ഞാൻ കേസ് കൊടുക്കും, നോക്കിക്കോ. കൊടുക്കുമോളെ. ആ കാറ് വരുന്ന വശക്കേടാണല്ലോ ചേച്ചി. കുറച്ചങ്ങോട്ട് ഒതുങ്ങി നടക്കും. ഇനി ഇതാരാണാവോ? അവളെ വിട് പോളെ, അവളെ എനിക്ക് വേണം. ഞാൻ പോവാൻ കഴിക്കാൻ പോണ പെണ്ണ. എന്റെ ചാർജ് ഫുള്ളാവും മുമ്പ് നീ പോളെ. റോസിയെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞോണ്ട് 25 ലക്ഷം രൂപ മേടിച്ചത് അത് ആര് തരും സാറേ? പോടാ വട്ടി. നീ എവിടെ ഇരിക്കണ്ട, ഇവിടെ ഇരുന്നു. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതന്നെ നല്ലത്. എന്തായത് അമ്മ? അല്ലാതെ അഴിക്കാനല്ല. ഓം ഭൂർഭുവസ്വഃ ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ആ താമരേ, ഞാൻ കാറുമായിട്ട് വന്ന് നിൽപ്പുണ്ട്. റോസയെ വേഗം പറഞ്ഞു വിട്. ഓ, വേഗം പെട്ടിയൊന്നും എടുക്കണ്ട, അത് പിന്നെയാകാം. റോസിയെ പെട്ടെന്ന് ഓടി വരാൻ പറയേ. ഓക്കെ. എന്നാ ഞാൻ പോവാമ്മ. മോള് പോയി രക്ഷപ്പെടും. പെട്ടെന്നാട്ടെ മോളെ. അതേടി, സോമനും മോള് ഒളിച്ചോടുന്നു. പിന്നെ ഞാനെന്തിനാടേ 16 കൊല്ലം ഉറക്കം ഒഴിഞ്ഞേ? നീ ആരാടാ? അമ്മ ആ
അങ്കിളെ, അങ്കിൾ ആരാ ശരിക്കും? ഒരു പാമ്പ് പിടുത്തക്കാരന്. അമ്മേ, ആരാ അമ്മേ അത്? അമ്മയ്ക്ക് അറിയാം. അതാ ഞാൻ പറഞ്ഞ സ്ട്രേഞ്ചർ. പറ, അതാ എന്നെ ഫോളോ ചെയ്തോണ്ടിരുന്ന ടെററിസ്റ്റ്. പറ അമ്മേ, ആരാ അത്? അമ്മേ, ആരാ അമ്മേ അത്? പറ, അമ്മയ്ക്ക് അറിയാം. അതാണ് മോളെ നിന്റെ അച്ഛൻ. മോക്കിനെന്ത് പറ്റി? റോസ, മുള്ളിൽ വിരിഞ്ഞ പൂവാണ് നീ. മോളെ, നിന്നെ ഇനി ആരും ശല്യം ചെയ്യില്ല. ഞാൻ കണ്ട നാടകത്തിലെ വേദവ്യാസൻ എന്ന കഥാപാത്രമായിരുന്നു അയാൾ. മോളെ, പോലീസിൽ കീഴടങ്ങാൻ പോയിരിക്കും അയാൾ. ഒരു കൊലപാതകയുടെ മോളായി എന്റെ പൊന്നുമോളെ അറിയാൻ പാടില്ല. വ്യാസൻ, ഓർമ്മയിലെ നിന്റെ അച്ഛൻ മാത്രം. നമുക്കെന്നും ആരോ ഒരാൾ. വ്യാസന്റെ മൂന്നാം വരം അതുണ്ടാകും മോളെ. നമുക്ക് കാത്തിരിക്കാം മോളെ. മോളെ ചെല്ല്, ചെല്ല് മോളെ, മോളെ ചെല്ല്. കരുതലുമച്ചൻ കാവലുമച്ചൻ കരുതിയിടും ഇഷ്ടം കാട്ടുനെല്ലിക്ക പോലെ. ഒക്കെ ഓർമ്മയുണ്ടല്ലേ? ഉണ്ട്. ആമപ്പാറ. കുഞ്ഞായ എന്നെയും കൊണ്ട് അച്ഛൻ എന്നും ഇവിടെ വരുമായിരുന്നു. ഇനി എന്നും എനിക്ക് ഓർക്കാൻ ഒരു റോസാപ്പൂ, അതിലൂടെ എൻ്റെ അച്ഛനും മാത്രം. ഇതെന്തിനാ? അച്ഛന്റെ ഓർമ്മയ്ക്ക്. അച്ഛനെന്ന മൂന്നക്ഷരത്തിൻ എന്തർത്ഥമാണെന്നോ ലോകരേ. അച്ഛനെന്ന മൂന്നക്ഷരത്തിൻ എന്തർത്ഥമാണെന്നോ ലോകരേ. കരുതലുമച്ചൻ കാവലുമച്ചൻ കരുതിയിടും ഇഷ്ടം കാട്ടുനെല്ലിക്ക പോലെ. കരുതലുമച്ചൻ കാവലുമച്ചൻ കരുതിയിടും ഇഷ്ടം കാട്ടുനെല്ലിക്ക പോലെ.